തീയൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു നെല്ലിക്കാട് വലിപ്പമുള്ള കുരു കളഞ്ഞ വാളംപുളി 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കുതിരാൻ വെക്കാം. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml ആണ്. ഈ സമയത്ത് നമുക്ക് തീയലിനുള്ള തേങ്ങായും സ്പൈസസ് ഒക്കെ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്തേക്ക് വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഏതെണ്ണ വേണേലും നമുക്ക് ഉപയോഗിക്കാം, വെളിച്ചെണ്ണയാണ് നല്ലത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എണ്ണ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1.5 കപ്പ് ചെറിയ തേങ്ങ ചേർക്കുക. 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ 12 ounce ആണ്. കാപ്പിക്കപ്പിനാണെങ്കിൽ 1 കപ്പാണ് 1.5 കപ്പ് അളവെന്ന് പറയുന്നത്. എന്നിട്ട് ഈ തേങ്ങ നല്ലപോലെ ഇളക്കി ഈവനായിട്ട് വറുത്തെടുക്കണം. ഇതിനെ തീയലെന്ന് പറയാനുള്ള കാരണം തന്നെ തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന കറിയായതുകൊണ്ടാണ്. തുടർച്ചയായിട്ട് ഇളക്കി ഒട്ടും കരിയാതെ വേണം തേങ്ങ വറുത്തെടുക്കാൻ. തേങ്ങ ഏകദേശം ഇതുപോലെ ഈവനായിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് 3 കശുവണ്ടി ചേർക്കുക, 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുക. ഈ 2 സാധനങ്ങൾ ഓപ്ഷനാണ് കേട്ടോ. ഇത് ചേർത്തില്ലെങ്കിലും ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല, പക്ഷേ ചേർത്താൽ നല്ലതായിരിക്കും. എന്നിട്ട് വീണ്ടും ഇത് ഇളക്കി മൂപ്പിക്കുക. ഇത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. നമ്മളിവിടെ ഉണ്ടാക്കുന്ന തീയലാണ്, കരിയലല്ല. എന്നിട്ട് തേങ്ങ ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക, 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. 2 ടീസ്പൂണാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1 തണ്ട് കറിവേപ്പിലയും ചേർക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫായിരിക്കും തന്നെ നമ്മളിതൊന്ന് ഇളക്കി ഇപ്പം നമ്മൾ ചേർത്ത മസാലയൊന്ന് മൂക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഏകദേശം 1 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഇത് മാറ്റി തണുക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മൾ കുതിരാൻ വെച്ച പുളി നമുക്ക് നല്ലപോലെ ഞെക്കി പിഴിഞ്ഞെടുക്കാം. ഇതിൽ നല്ലപോലെ ഡിസോൾവ് ചെയ്യിക്കുക വെള്ളത്തിൽ. അതിനുശേഷം ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇതിൻ്റെ മുഴുവൻ ജ്യൂസും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഈ വറുത്തെടുത്ത തേങ്ങ മസാല മിക്സ് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അത് മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം അത് അരയാൻ വേണ്ടി നമുക്ക് അല്പം വെള്ളം ചേർക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ അരച്ചെടുക്കാം. ഇടയ്ക്ക് ആവശ്യമെങ്കിൽ മൂട് തുറന്ന് അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അത് അരയാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇപ്പോഴത് നല്ല കുഴമ്പ് പരുവത്തിന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ചെറിയുള്ളിയാണ്, ഷാലറ്റ്സ് എന്ന് പറയുന്ന സാധനം. ഇവിടെ US-ൽ കിട്ടുന്ന ഷാലറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ചെറിയ സവോളയുടെ വലിപ്പമുണ്ട്. പിന്നെ വേറൊരു തരം പേൾ ഒനിയൻസ് എന്ന് പറഞ്ഞ ഉള്ളി കിട്ടും, അതാണ് ഇത്. അപ്പം ഞാൻ ഈ പേൾ ഒനിയൻസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നാട്ടിലെ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷാലറ്റ്സ് ഉപയോഗിക്കാം. ഇനി അതും അല്ലെങ്കിൽ ചുവന്ന സവാള ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ 1/2 ഇഞ്ച് ക്യൂബ് പീസുകളായിട്ട് കണ്ടിച്ച് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. ഞാൻ ആ പേൾ ഒനിയൻസ് തൊണ്ട് കളഞ്ഞിട്ട് 2 മുതൽ 4 കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. വലുത് 4ആയിട്ടും ചെറുത് 2ആയിട്ടും മുറിച്ച് വെച്ചിരിക്കുന്നു. ഇത് 300 ഗ്രാം ആണുള്ളത്. 300 ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം 11 ounce US-ലെ അളവിൽ വരും. ഇനി ഒരു കുഴിവുള്ള പാത്രം ചൂടാകാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിലേക്ക് വയ്ക്കുക. ആ പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കുക്കിംഗ് ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് എണ്ണ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിടുക. എന്നിട്ട് കടുക് പൊട്ടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ തെറിക്കാതിരിക്കാൻ വേണ്ടി ഒരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കുക. ആ കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇടുക, 3 തണ്ട് കറിവേപ്പില ഇടുക, 1 നുള്ളു കായപ്പൊടി ചേർക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ ഇളക്കി നോക്കിക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോൾ ആ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പേ എടുത്ത് വെച്ച ആ 1 കപ്പ് പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. 1 ടീസ്പൂൺ പൊടിച്ച ശർക്കര ചേർക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് തിളയ്ക്കാൻ വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പം അടപ്പ് തുറന്ന് ഇതിലേക്ക് ആ കോക്കനട്ട് മസാല പേസ്റ്റ് ചേർക്കുക. എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത്, 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml, ആ മസാലയെല്ലാം നല്ലപോലെ മിഴക്കിയെടുക്കുക. ആ 1 കപ്പ് വെള്ളം, മസാലയൊക്കെ നല്ല മിഴക്കിയെടുത്ത് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കാം.
എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് തിളയ്ക്കാണ്ടിരിക്കുക. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് മൂട് തുറന്ന് ഇളക്കി കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം സിമ്മറിലേക്ക് ഇടുക. എന്നിട്ട് മൂട് തുറന്ന് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് സിമ്മറിൽ ഒരു 5 മിനിറ്റ് വയ്ക്കുക. ഈ സിമ്മറിൽ വെക്കുമ്പോൾ മൂട് തുറന്ന് വേണം വെക്കാൻ. ആ സിമ്മറിൽ 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ കംപ്ലീറ്റ്ലി റെഡിയായി. നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡിയായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനലിലുള്ള മറ്റ് ട്രാവൽ ആൻഡ് കുക്കിംഗ് വീഡിയോസും ചെക്ക് ചെയ്യണേ. താങ്ക് യു.